السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد. ലോകത്തിൽ ഇന്നലെ ബഹുമാനരായ പണ്ഡിതന്മാർ കിതാബുൽ ജനായിസ് മയ്യത്ത് പരിപാലനം പാർട്ട് 8 മയ്യത്ത് കുളിപ്പിക്കുന്നതിനെ സംബന്ധിച്ചാണ് ഇനി പറയാനുള്ളത്. മയ്യത്ത് കുളിയുടെ സുന്നത്തുകൾ നിരവധി ഉണ്ട്. വൽ അക്മലു ഫിൽ ഗുസ്ലി അൻ യകൂന തഹത സഖ്ഫിൻ. കുളിയിൽ അതിന്റെ പൂർണ്ണമായ രൂപം അത് ഒരു സഖ്ഫിന്റെ താഴ്ഭാഗത്ത് വെച്ചാകുക, മേൽപ്പുരയുടെ അതല്ലെങ്കിൽ മച്ചിന്റെ തട്ടിന്റെ താഴ്ഭാഗത്ത് വെച്ചുകൊണ്ടാകുക. വേറെ ഒരു പണ്ഡിത വീക്ഷണം തീരെ തഹത്തസമായി, അത് ആകാശത്തിന് താഴെയാവുക എന്ന് പറഞ്ഞാൽ ഈ മേൽപ്പുര ഒന്നും ഇല്ലാതെ, മേൽപോട്ട് തടസ്സങ്ങളൊന്നും ഇല്ലാത്ത രൂപത്തിലാവുക. കാരണം തൻസില അലൈഹി റഹ്മത്തു, ഈ മയ്യത്തിന്റെ മേൽ അള്ളാന്റെ റഹ്മത്ത് ഇറങ്ങാൻ വേണ്ടി നേരെ തടസ്സങ്ങളൊന്നും ഇല്ലാത്ത വിധത്തിലാവുമ്പോൾ അതിന് എളുപ്പമാണ് എന്ന നിലയ്ക്ക് അൻ യകൂന ബിമകാനിൻ ലാ യദ്ഖുലുഹു ഇല്ലൽ ഗാസിലു വമൻ യുഈനുഹു വൽ വലിയു. മയ്യത്തിനെ കുളിപ്പിക്കുന്നവനും അവന്റെ സഹായികളും അതുപോലെ തന്നെ വൽ വലിയു, ഈ മയ്യത്തിന്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന കൈകാര്യകർത്താവും, കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ ഇത്തരം ആളുകളല്ലാതെ പ്രവേശിക്കാത്ത ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ടാവുക. വലിയ എന്ന് പറഞ്ഞാൽ വഹുവ അഖ്റബുൽ വറസത്തി, അവൻ വാരിദീങ്ങളിൽ ഏറ്റവും മയ്യത്തിലേക്ക് അടുത്ത ആളാണ് ഇവിടെ വലിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഇല്ലം യുഗ്നി, അവൻ ആവശ്യമില്ല യഥാർത്ഥത്തിൽ എങ്കിൽ പോലും അവനും കൂടി ഉണ്ടാവുക. വഅൻ യകൂന ഫീ ഖമീസിൻ ഖഫീഫിൻ, ഒരു നേരിയ നീളക്കുപ്പായത്തിൽ വെച്ചുകൊണ്ടാവുക ഈ കുളിപ്പിക്കൽ. എന്നിട്ട് വസബ്ബൽ മാഅ മിൻ ഫൗഖിൽ ഖമീസ്, ഖമീസിന്റെ മേൽഭാഗത്തിലൂടെ വെള്ളം ചൊരിക്കണം. ഔ ബാലിൻ, അതല്ലെങ്കിൽ നേരിയ കട്ടിയില്ലാത്ത ഒരു നീളക്കുപ്പായം, അതല്ലെങ്കിൽ പഴകി ദ്രവിക്കാനായ ഒരു നീളക്കുപ്പായം. ബിഹൈസു ലാ യംനഉ ഉസൂലൽ മാഇ ഇലൈഹി, മയ്യത്തിലേക്ക് വെള്ളം ചേരലിനെ തടസ്സമാവാത്ത വിധത്തിൽ പഴകിയത്. അപ്പോ പുതിയതൊക്കെ ആകുമ്പോൾ വെള്ളം ചേരാൻ പ്രയാസം വരും എന്നുള്ള നിലക്കാണ് ഈ പറയുന്നത്. നഅം ലിവലിയിഹി അദ്ദുഖൂലു അലൈഹി വഇല്ലം യകുൻ ഗാസിലൻ വലാ മുഈനൻ ലിഹിർസിഹി അലാ മസ്ലഹതിഹി. ഈ വലിയ അവൻ കുളിപ്പിക്കുന്നവനോ സഹായിക്കുന്നവനോ ഒന്നുമല്ലെങ്കിൽ പോലും ഈ മയ്യത്തിന്റെ മസ്ലഹത്തിന്റെ മേൽ കൂടുതൽ താല്പര്യവും ആഗ്രഹവും ഉണ്ടാവുക ഈ വലിയനാണ്, വാരിസീങ്ങളിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന വ്യക്തിക്കാണ്. അതുകൊണ്ട് ഓൻ സഹായി അല്ലെങ്കിൽ പോലും, കുളിപ്പിക്കുന്നവനല്ലെങ്കിൽ പോലും പ്രവേശിക്കൽ അവനക്ക് അനുവദനീയമാണ് എന്ന് പറഞ്ഞാൽ അത് വളരെ ആവശ്യമാണ് എന്നർത്ഥം. വഖദ് തവല്ല ഗസ്ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുളിപ്പിക്കലിനെ ഏറ്റെടുത്തത് അലിയും
അലി റളിയല്ലാഹു അൻഹു ആണ്. വൽ ഫളിൽ ബിനുൽ അബ്ബാസ്, ഫളിൽ ബിനുൽ അബ്ബാസ് തങ്ങളുമാണ്. വ ഉമാമത്ത് ബിൻ സയ്യിദിൻ, ഉമാമത്ത് ബിൻ സയ്യിദ് യുനാബിലുൽ മാ, വെള്ളം എടുത്തു കൊടുക്കും. വൽ അബ്ബാസ് വാഖിഫുൻ സമ്മ, ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടെ ഞാൻ നിൽക്കും. വലിയായിട്ടുള്ളത് അബ്ബാസ് തങ്ങളായിരുന്നു. അങ്ങനെ ഈ നീളക്കുപ്പായം നുരുമ്പിയതോ അതല്ലെങ്കിൽ നേരിയതോ ആയതാവുക. വയുദ്ഖിലുൽ ഗാസിലു യദഹു ഫീ കമ്മിഹി ഇൻ കാന വാസിഅൻ, മേലെ വെള്ളം ഒഴിക്കുമ്പോൾ ഉള്ളിലേക്കാണ് പ്രവേശിക്കണം. അപ്പൊ ഈ കുളിപ്പിക്കുന്ന ആള് അവന്റെ കയ്യിനെ കുപ്പായ കയ്യിലൂടെ പ്രവേശിക്കാതെ വിശാലമായതാണെങ്കിൽ ഈ കുപ്പായ കയ്യിന്റെ ഉള്ളിലൂടെ കൈയിട്ട് കഴുകുക. ഇല്ല, ആ കുപ്പായ കൈ വിശാലമായതല്ലെങ്കിൽ ഫതഖഹു മിൻ അസ്ഫലിൽ കമ്മി, ഈ കുപ്പായ കൈയിന്റെ താഴ്ഭാഗത്തിൽ ഒന്ന് പൊട്ടിക്കുക. എന്നിട്ട് അദ്ഖല യദഹു മിൻ മൗളിഇൽ ഫത്ഖി, ആ പൊളിച്ച ഭാഗത്തിലൂടെ കൈയിനെ പ്രവേശിപ്പിക്കുക. ഇങ്ങനെ നീളക്കുപ്പായത്തിലാവുക, അത് ഈ രൂപത്തിലുള്ളതാവുക. കുപ്പായ കൈയിലൂടെ വിശാലമായതാണെങ്കിൽ കൈയിട്ട് കഴുകുക, അല്ലെങ്കിൽ അതിനെ പൊട്ടിക്കുക. ഇതൊക്കെയാണ് വഹാദ മദ്ഹബുന, നമ്മുടെ മദ്ഹബ് അങ്ങനെയാണ്. വബിഹി ഖാല മാലിക്കുൻ, ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയും അപ്രകാരമാണ് പറഞ്ഞിട്ടുള്ളത്. അഹ്മദ് ബിൻ ഹംബൽ തങ്ങളാണ്. ഇനി ഫഇല്ലം യജിദ് ഖമീസൻ, ഈ കുളിപ്പിക്കുന്ന വ്യക്തി മയ്യത്തിനേക്ക് നീളക്കുപ്പായത്തിന് എത്തിച്ചില്ലെങ്കിൽ, ഔലം യതഅത്ത ഗസ്ലുഹു ഫീഹി, ആ നീളക്കുപ്പായത്തിലൂടെ അവനെ കുളിപ്പിക്കൽ സാധ്യമായിട്ടില്ല, സൗകര്യമായിട്ടില്ലെങ്കിൽ, എന്നാൽ സുത്തിറ മാബൈന സുറത്തിഹി വ റുക്ബത്തിഹി, അവന്റെ മുട്ടുപൊക്കിളിന്റെ ഇടയിലുള്ള സ്ഥലത്തെ മറക്കണം, അത് ഉജൂബാണ്. വഹറുമൻ നദുറു ഇലൈഹി, ആ ഭാഗത്തേക്ക് മുട്ടുപൊക്കിളിന്റെ ഇടയിലുള്ള ഭാഗത്തേക്ക് നോക്കൽ ഹറാമുമാണ്. നീളക്കുപ്പായത്തിലായി കൊണ്ട് കുളിപ്പിക്കണം എന്ന് പറഞ്ഞതിനുള്ള തെളിവ് ദലീലുന മാ റുബിയ ആയിഷത്ത ഉമ്മിൽ മുഅ്മിനീന, ആയിഷ റളിയല്ലാഹു അൻഹയെ തൊട്ട് റിവായത്ത് ചെയ്യപ്പെട്ട ഒരു ഹദീസാണ്. അന്നഹ ഖാലത്ത്, അവര് പറയുന്നു, ലമ്മാ മാത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി വഫാത്തായപ്പോ സമിഅനാ സൗതൻ, ഞങ്ങളൊരു ശബ്ദം കേട്ടു. പക്ഷെ വലം നദിരി മൻ യതകല്ലമു, ആരാണ് സംസാരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. എന്താ പറയുന്നത്? യഗ്സിലു നബിയല്ലാഹി ഫീ സിയാബിഹി, അള്ളാന്റെ പ്രവാചകരെ നിങ്ങൾ അവരുടെ വസ്ത്രത്തിലായി കൊണ്ട് കുളിപ്പിക്കുക. ഫഗ്സില റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ഖമീസിഹി, അങ്ങനെ റസൂലുള്ളാഹിനെ കുളിപ്പിക്കപ്പെട്ടത് അവിടുത്തെ നീളക്കുപ്പായത്തിലായി കൊണ്ടാണ്. വൽമാഉ യുസബ്ബു മിൻ ഫൗഖിൽ ഖമീസ്, നീളക്കുപ്പായത്തിന്റെ മുകളിലൂടെ വെള്ളം ചൊരിക്കപ്പെടുകയാണ് ചെയ്തത്. ഇതാണ് ഒരു തെളിവ്. വലിയന്ന ദാലിക അസ്തറു ഫകാനൗല, മാത്രമല്ല ഇങ്ങനെ നീളക്കുപ്പായത്തിലാകുമ്പോൾ മയ്യത്തിന്റെ ശരീരം കൂടുതൽ മറയും, അതുകൊണ്ടത് ഏറ്റവും നല്ലതുമാണ്. ഈ തട്ടിന്റെ മേൽപ്പുരയുടെ അതല്ലെങ്കിൽ മച്ചിന്റെ താഴ്ഭാഗത്ത് വെച്ചാകണം എന്ന് പറഞ്ഞല്ലോ. അവിടെ ഇമാമുകൾ വിശദീകരിക്കുന്നുണ്ട്, ലൈസ ഫീഹി നഹവു ഖുവ്വത്തിൻ, ആ തട്ടിലും ഇല്ല ദ്വാരം പോലോത്തതില്ല. എങ്ങനത്തെ ദ്വാരം പോലോത്തത്? യത്തലിഉ അലൈഹി മിൻഹു, അതിലൂടെ ഈ മയ്യത്തിന്റെ മേൽ എത്തിപ്പാളി നോക്കും. അങ്ങനെ ഈ കുളിപ്പിക്കുന്നിടത്തേക്ക് എത്തിപ്പാടി നോക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓട്ടകളൊന്നും ഉണ്ടാവാത്ത രീതിയിലാവണം. ലിഅന്നൽ ഹയ്യ യഹരിസു അലാ ദാലിക, ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇങ്ങനെ ഈ മറയുടെ മേൽ അവൻ ആഗ്രഹമുള്ളവനാണ്, അലച്ചയുള്ളവനാണ്.
താൻ കുളിക്കുന്നത് ആരും കാണരുത് എന്ന ഒരു നിർബന്ധ ബുദ്ധിയുള്ളവരാണ് ജീവിച്ചിരിക്കുന്ന ആൾ. അപ്പൊ പിന്നെ മയ്യത്തിന്റെ കാര്യത്തിലും അത്തരം കാര്യങ്ങൾ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാത്രമല്ല വലിയന്നഹു ഖദ് യകൂനു ബി ബദനിഹി മാ യക്റഹു അലിത്ലാ അലൈഹി. മയ്യത്തിന്റെ ശരീരത്തിൽ ചിലപ്പോൾ അതിന്റെ മേൽ എത്തിപ്പാടി നോക്കലിനെ ഉറപ്പാക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവാം. ഇപ്പൊ യുസ്തറു, അപ്പൊ അതിനെ മറക്കപ്പെടണം. കമാക്കാന യസ്തുറു ഹൈജൻ ഇന്ദർത്തിസാലിഹി. അത്തരത്തിലുള്ളതൊക്കെ കാണാതിരിക്കാൻ കുളിക്കുന്ന സമയത്ത് ജീവിച്ചിരിക്കുമ്പോഴും മറക്കുമല്ലോ എന്നതുപോലെ. അപ്പൊ ആ നിരക്കുള്ള ഒരു രീതിയിൽ ആവണം അത് എന്നാണ്. തുഹ്ഫ 300 നജ്മുൽ വഹാജ് 318 ഫത്ഹുൽ അലാം 3182 അൽ ബയാൻ 327 തുടങ്ങിയ, അതുപോലെ തന്നെ അസ്നൽ മത്താലിബ് 299. വയഗുള്ളൂന അബ്സാറഹും അൻഹു ഇല്ലാ ഫീമാ ലാ യുംകിനു ഗൈറുഹു. മയ്യത്തിനെ തൊട്ട് അവരുടെ കണ്ണുകളെ കുളിപ്പിക്കുന്ന ആളുകൾ ചിമ്പണം എന്നാണ്. ഇല്ലാ ഫീമാ ലാ യുംകിനു ഗൈറുഹു. ഇങ്ങനെ നോക്കലല്ലാതെ സാധ്യമാവൂല അങ്ങനത്തെ സ്ഥലത്തൊഴിച്ച്. ലിയഅരിഫൽ ഗാസിലു മാ ഗസ്സല, കുളിപ്പിച്ചത് ഏതാന്നൊക്കെ കുളിപ്പിച്ച ആൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അത്തരം സാഹചര്യത്തിൽ നോക്കേണ്ടി വരും. ലിഅന്നഹു ഖദ് യകൂനു ഫീഹി മാ യജിബു യക്തുമുഹു. കാരണം അവന്റെ ശരീരത്തിൽ മറക്കൽ നിർബന്ധമുള്ളത് ചിലപ്പോൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് കുരിഹലിൽ ഗാസിലി നളറുൽ ബദനി ബിഗൈരി ഹാജത്തി. ഒരു ആവശ്യവുമില്ലാതെ കുളിപ്പിക്കുന്ന ആള് മയ്യത്തിന്റെ ശരീരത്തെ നോക്കൽ കറാഹത്താണെന്നാണ്. വലാ യളറുൽ മുഈനു ഇല്ലാ ലിളറൂറത്തിൻ. ഈ സഹായിയാണെങ്കിലും നിർബന്ധിത ഒരു ഘട്ടത്തിലല്ലാതെ നോക്കരുത് മയ്യത്തിന്റെ ശരീരത്തിൽ. റൗളു താലിബ് 245. അതുപോലെ തന്നെ യംബഗി അൻ യകൂനൽ ഗാസിലു സിഖത്തൻ. കുളിപ്പിക്കുന്ന വ്യക്തി ഒരു വിശ്വസ്തനാവണം. ലിമാ റുവിയ അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. ഇബ്നു ഉമർ തങ്ങളെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസ്, ലാ യുഗസ്സിലു മൗതാകും ഇല്ലൽ മഅ്മൂനൂൻ. നിങ്ങളുടെ മരണപ്പെട്ട ആളുകളെ വിശ്വസ്തരല്ലാതെ കുളിപ്പിക്കരുത് എന്ന ഹദീസുണ്ട്. ഇബ്നു മാജ റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. വലിയന്നഹു ഇദാ ലം യകുൻ സിഖത്തൻ. മറ്റൊരു പ്രശ്നം, കുളിപ്പിക്കുന്ന ആള് വിശ്വസ്തനല്ല എന്ന് വന്നാൽ ലം യഖ്മൻ അല്ലാ യസ്തൗഫിയൽ ഗാസില. അവൻ കുളിയെ പൂർത്തിയാക്കി വീട്ടാതിരിക്കലിനെ തൊട്ട് വിശ്വസ്തമാവുകയില്ല. ചിലപ്പോ ഓം കുളി തന്നെ വേണ്ടതുപോലെ നിർവഹിച്ചു കൊള്ളണം എന്നില്ല. അതല്ലെങ്കിൽ ഔ യുദ്ഹിറ മാ യറാ മിൻ ഖബീൻ വ യുഖ്ഫിയ മാ യറാ മിൻ ജമീലിൻ. ഈ മയ്യത്തിൽ നിന്ന് അവൻ കണ്ട മോശമായ ചില കാര്യങ്ങൾ ഓന് വ്യക്തമാക്കും, ആളുകൾക്ക് മുന്നിൽ പ്രകടമാക്കും, ഒഴിവാക്കും. അതുപോലെ തന്നെ നല്ല അഴകായ നല്ല കാര്യങ്ങൾ വല്ലതും ഈ മയ്യത്തിൽ നിന്ന് കണ്ട ഓൻ ചിലപ്പോൾ അത് മറച്ചു വെക്കും. ആള് വിശ്വസ്തനല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് ഈ വിശ്വസ്തനായിരിക്കണം ഈ കുളിപ്പിക്കുന്ന ആള്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ സഹായികളായി കൂടാണ്ട് കഴിയാത്തവരല്ലാതെ കുളിപ്പിക്കുന്നവന്റെ കൂടെ ഉണ്ടാവാതിരിക്കുക അത് സുന്നത്തും കൂടിയാണ്. അൽ ബയാൻ 326. മയ്യത്തിനെ കുളിപ്പിക്കുന്ന ആളുകൾ കണ്ണും ചിമ്പണം, നോക്കൽ കറാഹത്താണ് എന്നൊക്കെ പറഞ്ഞു. വയഗുൽ ഗാസിലു വമൻ മഅഹു നദുബൻ. കുളിപ്പിക്കുന്ന വ്യക്തിയും അവന്റെ കൂടെയുള്ള ആളുകളും കണ്ണ് ചിമ്പുക അത് സുന്നത്താണ്. ഈ വൈദ്യ ഔറത്തല്ലാത്ത ഭാഗത്തിൽ
വഫീഹ വുജൂബൻ, ഔറത്തിന്റെ ഭാഗമാകുമ്പോൾ അത് നിർബന്ധവുമാണ് അവിടെ കണ്ണ് ചിമ്മല്. ഇല്ലാ ഹലീലുൻ വ ഹലീലത്തുഹു, ഭാര്യയും ഭർത്താവും ഒഴികെ. ഫലാ ഹുർമത്ത ഫീഹിമ, അവരിൽ അത് ഹറാമില്ല. ലാകിന്നഹു യുക്റഹു, പക്ഷെ അത് കറാഹത്താണ്. ഇല്ലാലി ഹാജത്തിന്, ആവശ്യം കൂടാതെ നോക്കല് ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ആകുമ്പോഴേ. വൽ മസ്സുക്കന്നതിരി, സ്പർശനവും ഈ നോട്ടം പോലെ തന്നെയാണ്. ഔറത്തിന്റെ ഭാഗമാകുമ്പോ കയ്യിൽ മറയില്ലാതെ തൊടൽ ഹറാമാണ്. ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ മറയില്ലാതെ തൊടൽ കറാഹത്തുമാണ്. അവിടെ മറണ്ടാവുക സുന്നത്താണ്. ബുസ്റുൽ കരീം 2391. അതുപോലെ തന്നെ തുഹ്ഫ 3/101, അൽ ബയാൻ 3/28 എന്നിവയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം ജീവിച്ചിരിക്കുന്ന സമയത്തും ഇത്തരം ഔറത്തിന്റെ ഭാഗങ്ങളൊന്നും നോക്കല് അനുവദനീയമല്ല, തൊഴിൽ അനുവദനീയമല്ല. അതുപോലെ തന്നെയാണ് മരിച്ചാലും. വലഫുൽ ഖിർഖത്തി വാജിബുൻ ലിഹുർമത്തി മസ്സി ശൈഇ മിൻ ഔറത്തിഹി ബിലാ ഹായിലിൻ, മറ കൂടാതെ ഔറത്തിന്റെ ഭാഗം സ്പർശിക്കൽ ഹറാമായതുകൊണ്ട് കയ്യിൽ വല്ല തുണിയും ചുറ്റല് നിർബന്ധമാണ്. ഹത്താ ബിന്നിസ്ബത്തിൽ അഹദി സൗജൈനി, പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാരിൽ നിന്ന് ഒരാൾക്ക് മറ്റവരുടേത് പോലും സ്പർശനം മറയില്ലാതെ ഔറത്തിന്റെ ഭാഗമാകുമ്പോൾ ഹറാമായിട്ട് വരും. ഖിലാഫുണ്ട വിഷയത്തിലെങ്കിൽ പോലും. ഖിലാഫിനതിൽ അഹദിഹിമ വലവുലിൽ ഔറത്തിൽ എന്നവാഹു, കാണുന്നതിൽ അത് പ്രശ്നമില്ല, അത് ഔറത്തിന്റെ ഭാഗമാണെങ്കിലും കാണാം ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ. സ്പർശനം അത് വല്ല മറയോട് കൂടി ആവണം എന്നാണ് 3/101 അങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്. ഈ മയ്യത്ത് ഒരു ഉയർന്ന പലകയുടെ മേലാവണം കുളിപ്പിക്കുന്ന സമയത്ത്. ഏതുപോലെയൊക്കെ സരീരിൻ ഹുയ്യി അലി ദാലിക, ഇങ്ങനെ കുളിപ്പിക്കാൻ വേണ്ടി തയ്യാറാക്കപ്പെട്ട ഒരു കട്ടിൽ പോലെ. ലി അല്ലാ യുസീബഹു റഷാസുൻ, ഈ മയ്യത്തിനക്ക് തെറിക്കൽ എത്താതിരിക്കാൻ വേണ്ടി, മയ്യത്ത് കുളിപ്പിക്കുന്ന വെള്ളം താഴെ വീണാല് തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വേണമെന്ന് പറഞ്ഞത്. വറഅസുഹു അഅല, തലയുടെ ഭാഗം അല്പം ഉയരെ ഉള്ളതാകണം. കാരണം യൻഹജറൽ മാഉ അൻഹു, ഈ ശരീരത്തിൽ നിന്ന് വെള്ളം താഴേക്ക് ഊർന്നു പോകാൻ വേണ്ടി. വയുസ്തഖ്ബലു ബിഹിൽ ഖിബ്ലത്തു, മയ്യത്തിനെ കൊണ്ട് ഖിബ്ലയിലേക്ക് മുന്നിടിക്കപ്പെടണം. അത് സുന്നത്താണ് കുളിപ്പിക്കുന്ന സമയത്ത്. വയകൂനൽ മയ്യത്തു അല സരീരി മുസ്തൽഖൻ, കട്ടിലിന്റെ മേൽ മയ്യത്ത് മലർത്തി കിടത്തപ്പെട്ടവനാകണം. കസ്തിൽഖാഇൽ മുഹ്തദിർ, മരണാസന്നനായ വ്യക്തിയെ മലർത്തി കിടത്തുന്നത് പോലെ. ലിഅന്നഹു അംകനു ലിഗുസ്ലിഹി, അവനെ കുളിപ്പിക്കാൻ കൂടുതൽ സൗകര്യം അവന് മലർത്തി കിടത്തലാണ്. പിന്നെ ആവശ്യാനുസരണം അങ്ങോട്ടോടൊക്കെ ചരിക്കേണ്ടി വരും. മയ്യത്തിന്റെ മുഖത്ത് ഒരു തുണി ഇടണം എന്നാണ്. വൽ മുസ്തഹബ്ബു അൻ യുഗത്താ വജ്ഹുഹു ബിഖിർഖത്തിൻ മിൻ അവ്വലി മാ യളഅഹു അലൽ മുഗ്തസിൽ, കുളിപ്പിക്കുന്ന ആ സ്ഥലത്തിന്റെ മേൽ മയ്യത്തിനെ വെക്കുന്ന ആദ്യം മുതൽക്ക് തന്നെ ഒരു തുണിക്കഷ്ണം കൊണ്ട് അവന്റെ മുഖം മൂടപ്പെടണം. അത് സുന്നത്താണ്. കാരണം അന്നൽ മയ്യത്ത മദിനത്തു തഗയ്യുരി, മയ്യത്ത് പലപ്പോഴും പകർച്ചയെ ഭാവിക്കുന്ന ഇടമാണ്. മയ്യത്തിന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചില മാറ്റങ്ങളൊക്കെ വരാൻ സാധ്യത ഉണ്ട്. വലായമ്പത് ഇദ്ഹാറു ദാലിക, അതിനെങ്ങനെ പ്രകടമാക്കൽ ഒളിവാക്കൽ യോജിച്ചതല്ല. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ മിന്നു മായിരി റഅസ, കട്ടിലിൽ നിന്ന് തലയോടടുത്ത ഭാഗത്തെ ഉയർത്തപ്പെടണം. വല്യക്കുൻ മഹല്ല റഅസിഹി അഅല, തലയുടെ ഭാഗം ഉയർന്നതായിരിക്കട്ടെ. ലിയൻഹജറൽ മാഉ അൻഹു, വെള്ളം ഊർന്നു പോകാൻ വേണ്ടി, പെട്ടെന്ന് താഴേക്ക് വാർന്നു പോകാൻ വേണ്ടി. തുഹ്ഫ ഷർവാനി സഹിതം 3/100, ബുസ്റൽ കരീം 2/391, ബുസ്റൽ കരീം 2/139,
റൗദു ത്വാലിബ് 1244, ഫത്ഹുൽ വഹാബ് 1159, അന്നജ്മുൽ വഹാജ് 318. അതോടൊപ്പം മയ്യത്തിന്റെ ആ കെണുപ്പുകളൊക്കെ മയമാക്കൽ അത് മരിച്ച ഉടനെ ചെയ്യണം എന്നതുപോലെ തന്നെ വയുആദു തല്യീനു മഫാസിലിഹി ഇദാ ഉരീദ വസ്ലുൽ മയ്യത്ത് കുളിപ്പിക്കൽ ഉദ്ദേശിക്കപ്പെടുമ്പോൾ അവന്റെ കണുപ്പുകളൊക്കെ ഒന്ന് മയമാക്കുക. വഹാദ സഹീഹുൻ, അത് സഹിഹായ വീക്ഷണമാണ്. പിന്നെ ബി മാഇൻ മാലിഹിൻ, വെള്ളം, മയ്യത്തിനെ കുളിപ്പിക്കുന്ന വെള്ളം ഉപ്പു വെള്ളമാകൽ സുന്നത്തുണ്ട്. ഐ അസാലത്തൻ, ഉപ്പുവെള്ളം എന്ന് പറയുമ്പോൾ അത് അടിസ്ഥാനപരമായി ഉപ്പുവെള്ളമായത്, അല്ലാതെ ഫലായുന്തബു മസ്ജുൽ അസ്ബി ബിൽ മിൽഹി, ശുദ്ധമായ വെള്ളം എടുത്ത്, ഉപ്പില്ലാത്ത ശുദ്ധമായ വെള്ളം എടുത്ത് അതിൽ ഉപ്പ് കൊണ്ട് കലർത്തുക, അത് സുന്നത്തില്ല. നമ്മൾ കടലിൽ നിന്നൊക്കെ എടുത്ത വെള്ളമാകുമ്പോൾ ഉപ്പ് വെള്ളമാണല്ലോ, അങ്ങനത്തെ വെള്ളം, അതാണ് ഈ പറഞ്ഞത്. പിന്നെ ബാരിജിൻ, തണുപ്പുള്ള വെള്ളം. തണുപ്പുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ സാധാരണയിൽ വെള്ളം ചൂടാക്കാത്ത സന്ദർഭത്തിൽ ഉണ്ടാകുന്ന ഒരു തണുപ്പുണ്ട്. ആ വെള്ളത്തിന് അടിസ്ഥാനപരമായി ഉണ്ടാകുന്ന ഒരു തണുപ്പ്, അങ്ങനെ തണുപ്പുള്ള വെള്ളം കൊണ്ടാവുക. ലിഅന്നഹു യസുദ്ദുൽ ബദന, കാരണം ഈ തണുത്ത വെള്ളം ശരീരത്തെ ഉറപ്പുള്ളതാക്കും. വൽ മുസഖനു വൽ അസുബു യുർഖീഹി, ഉപ്പില്ലാത്ത വെള്ളം ചൂടാക്കപ്പെട്ട വെള്ളമൊക്കെ ആകുമ്പോൾ അത് ഈ ശരീരത്തെ മൃദുലമാക്കുകയാണ് ചെയ്യുക. ഇല്ലാലു ഹാജത്തിൻ, തണുത്ത വെള്ളം സുന്നത്താണെന്ന് പറഞ്ഞത് ആവശ്യമുണ്ടെങ്കിൽ ഒഴികെ, ചൂടാക്കൽ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഒഴികെ. കവസഹിൻ വബറദിൻ, ശരീരത്തിൽ അഴുക്കുണ്ട്, അഴുക്ക് പോകാൻ നല്ലത് ചൂടുള്ള വെള്ളമാണെങ്കിൽ വെള്ളം ചൂടാക്കുക. അതുപോലെ തന്നെ തണുപ്പുണ്ട്, വലൗലിൽ വാസിലി, അത് കുളിപ്പിക്കുന്ന ആൾക്കാണെങ്കിലും വെള്ളം തണുത്തത് കൊണ്ട് തൊടാൻ പ്രയാസമുണ്ട്. അതുപോലെ തന്നെ മയ്യത്തും ജീവിച്ചിരിക്കുന്ന ഒരാളോട് പെരുമാറുന്നത് പോലെയാണ് മയ്യത്തിനോട് പെരുമാറേണ്ടത്. ജീവിച്ചിരിക്കുന്നവർക്ക് അത് ഈ വെള്ളം തണുപ്പ് കൂടുതലായതുകൊണ്ട് ഉപയോഗിക്കാൻ പ്രയാസമാണ്, അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഉള്ളതെങ്കിൽ ഈ മയ്യത്തിനും അങ്ങനെ തന്നെ ചെയ്യണം, ചൂടാക്കണം. അപ്പോ ലിഅന്നൽ മയ്യിത്ത യതഅദ്ദാ മിമ്മാ യതഅദ്ദാ മിനുൽ ഹയ്യു എന്നാണ്. മയ്യത്ത് ജീവിച്ചിരിക്കുന്ന ആളുകൾ എന്തിനെ തൊട്ടൊക്കെ പ്രയാസപ്പെടുമോ അങ്ങനത്തെ കാര്യങ്ങളെ തൊട്ടൊക്കെ പ്രയാസപ്പെടും എന്നാണ്. ഐഫയുസഖനു ഖലീലൻ, അങ്ങനെ വരുമ്പോ അല്പം ചൂടാക്കപ്പെടല് അത് നല്ലതാണ്. വലോകാന വസ്ഖുഹു ലാ യസൂലു ഇല്ലാ ബിതല്യീനിഹി ബിദ്ദുഹ്നി, ഇനി മയ്യത്തിന്റെ ശരീരത്തിലുള്ള അഴുക്ക് അത് നീങ്ങണമെങ്കിൽ എണ്ണ കൊണ്ട് ആ ശരീരത്തെ മൃദുലമാക്കണം എങ്കിൽ ലയ്യനഹു ബിഹി, അങ്ങനെ എണ്ണ പുരട്ടിട്ടെങ്കിലും ആ ചളി അഴുക്ക് നീക്കം ചെയ്യണം. എണ്ണ തേച്ച് കുളിപ്പിക്കുമ്പോൾ വേഗം പോകുന്നുണ്ടെങ്കിൽ. അപ്പോ തണുപ്പ്, അതുപോലെ ശരീരത്തിൽ അഴുക്ക്, ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് ചൂടാക്കൽ ആവശ്യമായി വരുമ്പോ ഫലാ ബഅസ ഫയകൂന ഹീനഇദിൻ ഔല, അപ്പൊ അത് നല്ലതാണ് ചൂടാക്കല്. എന്നാ വലാ യുബാലിഗു ഫീ തസ്ഖീനിഹി, വല്ലാതെ ചൂടാക്കരുത്, നേരിയ ചൂട്. ലിഅല്ലാ യസ്റഅ ഇലൈഹിൽ ഫസാദു, മയ്യത്ത് നശിക്കൽ ഉളരി വരാതിരിക്കാൻ വേണ്ടി. വേഗം ചൂടുള്ള വെള്ളമൊക്കെ ആകുമ്പോൾ ചൂട് കൂടും തോറും ശരീരം കൂടുതൽ ഈർപ്പം വരുമ്പോൾ വേഗത്തിൽ ശരീരം നശിക്കാൻ ഇടവരും. അതുണ്ടാവരുത്. പരമാവധി മയ്യത്തിന്റെ ശരീരം ഉറച്ച നിലക്കായി കൂടുതൽ സമയം നശിക്കാതെ ഖബറിലും അവശേഷിക്കുക എന്നുള്ളതാണ്. തുഹ്ഫ 301, നിഹായത്തു സൈൻ 146, ഷറഉൽ മൻഹജ് ജമൽ സൈദം 2145, ഹാഷിയത്തുൽ അസ്നുൽ മത്താലിബിന്റെ ഹാഷിയ 300, ഫത്ഹുൽ അലാം 3,
83 ഇവയിലൊക്കെ ഇക്കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. യുസ്തഹബ്ബുൽ ഇക്സാറു മിൻ ദിക്രില്ലാഹി തആല വദ്ദുആഇ ലിൽ മയ്യിത്ത്. ദിക്ർ അധികരിപ്പിക്കുക, അതുപോലെ തന്നെ മയ്യത്തിന് വേണ്ടിയുള്ള ദുആ അധികരിപ്പിക്കുക. ഇതൊക്കെ സുന്നത്താണ് ഫി ഹാലി ഗുസ്ലിഹി വ തക്ഫീനിഹി. മയ്യത്തിനെ കുളിപ്പിക്കുന്ന സമയത്തും അവനെ കഫൻ ചെയ്യുന്ന സമയത്തൊക്കെ അത് സുന്നത്താ, ദിക്റും ദുആയൊക്കെ വർദ്ധിപ്പിക്കല്. ഖാല അസ്ഹാബുനാ വ ഇദാ റഅൽ ഗാസിലു മിനൽ മയ്യിത്തി മാ യുഅ്ജിബുഹു. കുളിപ്പിക്കുന്ന ആള് മയ്യത്തിൽ നിന്ന് അത്ഭുതകരമായ വല്ല സംഗതികളും കണ്ടു. അതെന്താണ്? മിൻ ഇസ്തിനാറത്തി വജ്ഹിഹി, അവന്റെ മുഖം പ്രകാശിച്ചിരിക്കുന്നു. വതീബി റീഹിഹി, അവന്റെ വാസന നല്ല പരിമള വാസനയുള്ളതായിരിക്കുന്നു. വനഹവി ദാലിക, അതുപോലെ കേൾക്കാനും കാണാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മയ്യത്തിൽ നിന്ന് കണ്ടാൽ ഇസ്തഹബ്ബ ലഹു അൻ യുഹദ്ദിസ അന്നാസ ബിദാലിക. ഈ കുളിപ്പിക്കുന്ന ആൾക്ക് ഇക്കാര്യങ്ങളൊക്കെ ജനങ്ങളോട് പറയൽ സുന്നത്താണെന്നാണ്. വഇദാ റഅ മാ യക്റഹു, ഇനി വെറുപ്പുളവാക്കുന്ന കാര്യമാണ് അവൻ കണ്ടതെങ്കിൽ അതെന്താ? മിൻ സവാദി വജ്ഹിൻ, മുഖം കറുക്കുക, വനത്തിൻ വാസന, വതഗയ്യുറുൻ, അവയവങ്ങൾക്ക് പകർച്ച വരിക, വൻഖിലാബി സൂറത്തിൻ, രൂപം കോലമറിയുക, മറ്റുള്ള രൂപം കാണാൻ വെറുക്കുന്ന രൂപമായിട്ട് കാണുക. വനഹവി ദാലിക, ഇതുപോലെയുള്ള വല്ലതും കണ്ടാൽ ഹറുമ അലൈഹി അൻ യുഹദ്ദിസ അഹദൻ ബിഹി, ഇക്കാര്യം ഒരാളോടും പറയൽ അവന്റെ മേൽ ഹറാമാണ്. കാരണം റസൂലുള്ളാഹി പറഞ്ഞത് ഉദ്കുറു മഹാസിന മൗതാക്കും വകുഫു അൻ മസാവീഹിം എന്നാണ്. മരണപ്പെട്ട ആളുകളുടെ നല്ലത് നിങ്ങൾ പറയണം, മോശമായതിനെ തൊട്ട് നിങ്ങൾ തടയുകയും ചെയ്യണം. മാത്രമല്ല മൻ ഗസ്സല മയ്യിത്തൻ, റസൂലുള്ളാഹി പറഞ്ഞ മറ്റൊരു ഹദീസ്, ഒരാൾ മയ്യത്തിനെ കുളിപ്പിക്കുകയും ഫഖതമ അലൈഹി, അങ്ങനെ ആ മയ്യത്തിന്റെ മേൽ ഇവൻ മറച്ചു വെക്കുകയും ചെയ്തു, പറയാൻ പാടില്ലാത്തൊന്നും പറയാതെ മറച്ചു വെക്കുകയും ചെയ്താൽ ഗഫറല്ലാഹു ലഹു 40 മർറ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനക്ക് 40 വട്ടം പുറത്തു കൊടുക്കും എന്നാണ്. ഇനി ലൗകാനൽ മയ്യിത്തു മുബ്തദിഅൻ മുളിഹിറൻ ലിൽ ബിദ്അത്തി, മയ്യത്തൊരു പുത്തനാശയക്കാരനാണ്, ഓൻ ബിദ്അത്തിനെ പ്രകടമാക്കിയ ഒരു വ്യക്തിയായിരുന്നു എങ്കിൽ വറഅൽ ഗാസിലു മിന്നു മാ യക്റഹു, അല്ലെങ്കിൽ മാ യുക്റഹു, വെറുപ്പുളവാക്കപ്പെടുന്ന ഒരു കാര്യം അവരിൽ നിന്ന് കുളിപ്പിക്കുന്ന ആൾ കാണുകയും ചെയ്താൽ അല്ലദീ യഖ്തദിഹിൽ ഖിയാസു, ഇവിടെ താരതമ്യം തേടുന്ന ഒരു ഹുക്മ് അൻ യതഹദ്ദസ ബിഹി ഫിന്നാസി, അതുകൊണ്ട് ജനങ്ങളിൽ അവൻ വിവരം പറയലാണ്. യകൂന ദാലിക സജ്റൻ ലിന്നാസി അനിൽ ബിദ്അത്തി, ബിദ്അത്തുകാരനായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥാവിശേഷം അവനിൽ ഉണ്ടായത് എന്ന് ജനങ്ങൾ അറിയുമ്പോൾ ഈ ബിദ്അത്തിനെ തൊട്ട് ജനങ്ങളെ തടയാൻ അത് ഉപകരിക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറയണം എന്നാണ് ഇമാമുകൾ പറയുന്നത്. ഖാല അബുൽ ഖൈറുൽ യമനി സാഹിബുൽ ബയാൻ, ഇവരാണ് ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത്. ഇമാം നബവി തങ്ങളുടെ അദ്കാർ 140, 141. സംസം വെള്ളം കൊണ്ട് കുളിപ്പിക്കാതിരിക്കുക, അത് നല്ലതാണ്, അത് ഒഴിവാക്കുക. വയജിത്തനിബ, കുളിപ്പിക്കുന്നവൻ വെടിയണം, അകന്നു നിൽക്കണം, മാ സംസമ, സംസം വെള്ളമിനെ തൊട്ട്, ലിൽ ഖിലാഫി ഫി നജാസത്തിൽ മയ്യിത്തി, മയ്യത്ത് നജസാണോ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ ഭിന്നവീക്ഷണമുണ്ട്. ഫയക്കൂനുൽ ഗുസ്ലു ബിഹി ഖിലാഫുൽ ഔല, അപ്പോ സംസം കൊണ്ട് മയ്യത്തിനെ കുളിപ്പിക്കൽ ഖിലാഫുൽ ഔലയാണ്. വലാ യൻബഗി അൻ യൂസല ബിമാഇ സംസം, സംസം വെള്ളം കൊണ്ട് മയ്യത്തിനെ കുളിപ്പിക്കപ്പെടൽ അനുയോജ്യമല്ല. നദറൻ ലിൽ ഖൗലി ബി നജാസത്തിൽ മയ്യിത്തി, മയ്യത്ത് നജസാണെന്ന ഖൗലിലേക്ക് നോക്കിയിട്ട്. ഫൽ ഗുസ്ലു ബിഹി ഖിലാഫുൽ ഔല, അപ്പൊ സംസം വെള്ളം കൊണ്ട് കുളിപ്പിക്കൽ ഖിലാഫുൽ ഔലയാണ്. വലാ യുക്റഹു തുഹുറു ബിമാഇ സംസമ, സംസം വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കൽ കറാഹത്തില്ല,
വലാക്കിനിൽ ഔല അദമുൻ നജാസത്തി ബിഹി, എങ്കിലും സംസം കൊണ്ട് നജസ് നീക്കം ചെയ്യാതിരിക്കലാണ് ഏറ്റവും നല്ലത്. ചില പണ്ഡിതന്മാർ ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ദഈഫും ഷാദുമാണ്. തുഹ്ഫ ഷർവാനി സഹിതം 3/101, ജമല് 2/145. അതുപോലെ തുഹ്ഫ 1/76. ഇവിടെ നജസിനെ സംസം വെള്ളം കൊണ്ട് നീക്കാതിരിക്കലാണ് നല്ലത് എന്ന് പറഞ്ഞിടത്ത് ഷെയ്ഖുൽ ഇസ്ലാം സക്കരിയ അൻസാരി തങ്ങളും അതുപോലെ തന്നെ മുഗ്നിയുടെ മുസന്നിഫും ഇത് കറാഹത്താണ്, നജസിനെ നീക്കം ചെയ്യൽ കറാഹത്താണെന്ന വീക്ഷണക്കാരാണ്. ഷർവാനി 1/77. അപ്പൊ ചുരുക്കത്തില് മയ്യത്ത് കുളിപ്പിക്കാൻ സംസം വെള്ളം ആവാതിരിക്കുക, അത് ഒഴിവാക്കലാണ് നല്ലത്.